ക്രിസ്തുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. പലരും പറയാറുണ്ട്, മിഷണറിക്കാർ അല്ലെങ്കിൽ ദൈവദാസന്മാർ അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് അവർ തിരുവചനത്തെ മറ്റു മതസ്ഥരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നുണ്ട് എന്ന്. നോ നോ നോ, ഞങ്ങൾ ആരിലേക്കും ഈ തിരുവചനത്തെ അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾ കേട്ട് വിശ്വസിച്ചാൽ രക്ഷ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാം. അത് ഇറ്റ്സ് അപ് ടു യു. ദൈവം ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രന്റെ അടുക്കലേക്ക് വരുന്നില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകം 22-ാം വാക്യം 11-ാം വാക്യം പഠിപ്പിക്കുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന്. ഈ ഒരു നിയമ പുസ്തകം മാത്രമാണ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നത്. ഇന്ത്യൻ ഭരണഘടന ലംഘിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും. നോക്കണമേ, തിരുവചനം നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാം. എങ്കിലും നിങ്ങളുടെ നിത്യതയെ ഓർത്തിട്ടാണ് ഞങ്ങൾ ഈ തിരുവചനത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനസ്സിലാക്കുക, ഏക സത്യദൈവം അത് യേശു മാത്രമാണ്. യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, ആത്മശാന്തിയുള്ളൂ. ദൈവത്തിലേക്ക്, യേശുവിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഒരു മതത്തിലേക്കല്ല, യേശുവിലേക്ക്, നിത്യ രക്ഷ നൽകുവാൻ കഴിവുള്ള യേശുവിലേക്ക്. ഗോഡ് ബ്ലെസ്.